ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ ടോപ്പേഴ്സ് സംസാരിക്കുന്നതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ സക്സസിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അവർ എന്ത് ചെയ്തോ അത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത് കാണാം നമുക്ക്. സോ അതൊരു UPSC സക്സസ്സിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ന് എത്ര മണിക്കൂർ പഠിച്ചു അതുപോലെ തന്നെ നാളെയും ഇത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു പോകണം. അതാണ് ഒരു സക്സസിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ് UPSC സക്സസ്സിൽ. അത് പിന്നെ നിങ്ങൾ ഒരുപാട് ആസ്പിരൻസിനെ കണ്ടിട്ടുണ്ടാവും. അവർ 10-12 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, ചിലർ 16 മണിക്കൂറൊക്കെ വരെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. സോ അവർക്ക് എങ്ങനെ അത് പറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. സോ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. നിങ്ങളുടെ ഉറക്കം സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്കൊരു 7 to 8 hours ഉറക്കം നിങ്ങൾക്ക് മസ്റ്റാണ്. കാരണം നിങ്ങളൊന്ന് ബോഡി റിഫ്രഷ് ചെയ്യിക്കാനും മൈൻഡ് ഒന്ന് റിഫ്രഷ്ഡ് ആവാനും ഇത് നന്നായിട്ട് സഹായിക്കും. ഇപ്പം നിങ്ങൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡി പല രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. ഉറങ്ങിയില്ലെങ്കിൽ നമുക്കൊരു എനർജി തോന്നത്തില്ല. രാവിലെ മൊത്തമാവും ഒരു ഡൾനെസ് ഫീൽ ചെയ്യും, ഒരു ഉറക്കം തുങ്ങലൊക്കെ ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമ്മൾ പഠിക്കാൻ നേരത്തൊക്കെ ഈ ഉറക്കത്തുങ്ങൽ വരും. സോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം നിങ്ങളുടെ ഈ ജേണിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഓർക്കുക, ഇതൊരു 1 year ജേണിയാണ്. സോ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉറക്കം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. സോ അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക. 7 to 8 hours മിനിമം നിങ്ങൾ ഉറങ്ങണം. പിന്നെ ഉള്ളത്, നിങ്ങൾ സമയത്ത് ഫുഡ് കഴിക്കുക. ആഹാരം സമയത്ത് കഴിക്കണം. അത് കഴിവതും ഇടയ്ക്ക് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം. അത് എൻ്റെ ഇതുകൊണ്ടാണ്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഉള്ളത് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്നുള്ളത് ചിലർ ഇപ്പോൾ യോഗ ചെയ്യാറുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്, മറ്റ് എക്സസൈസ് എല്ലാം ചെയ്യാറുണ്ട്. സോ ഇത് മസ്റ്റാണ് എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ബോഡി ഒന്ന് എനർജി ഫീൽ ചെയ്യും, നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ഒന്ന് റിഫ്രഷിങ് ആവും. സോ പഠിക്കാൻ നല്ല എനർജി ഉണ്ടാവും ഈ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു റൂമാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടാവും ഈ കട്ടിലിരുന്ന് പഠിക്കുന്നത്, കട്ടിലിൽ കിടന്ന് പഠിക്കുന്നത്. സോ അങ്ങനെ പഠിക്കാതിരിക്കാം. നമ്മൾ ഭയങ്കര കട്ടിലിൽ ഇങ്ങനെ കിടന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കിടപ്പിന് തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോവും. എപ്പോഴും പഠിക്കാൻ നേരത്ത് നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മേശയും, നിങ്ങൾക്കൊരു കുഞ്ഞു മേശയും ഒരു ചെയറും ഉണ്ടായിരുന്നു, മസ്റ്റാണത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ടേബിളിൽ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവണം. പേന, പെൻസിൽ, റെഫർ ചെയ്യാനുള്ള ബുക്സ് എല്ലാം നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. നിങ്ങളുടെ ടേബിളിൽ അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റൂമിൽ നല്ല ലൈറ്റിങ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് ഇത്തിരി നല്ല വെട്ടമുള്ള റൂം ഉണ്ടാവണം. അതായത് ഡള്ളായിട്ടുള്ള ലൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും അത്. സോ അത് മാറ്റി നല്ല ലൈറ്റ് വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ഒരു കുറവ് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് മോട്ടിവേഷൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ വാങ്ങിച്ച് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ IAS പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിൻ്റെയും ഈ വാളിൽ കാണുന്നൊരു സംഭവമാണ് LBS തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ IAS എന്ന് എഴുതിയ ഒരു പോസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വയ്ക്കുക നിങ്ങളുടെ റൂമിൽ. പിന്നെ ഇതാണ് റൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതാണ്, നിങ്ങൾക്കൊരു പ്ലാന്റ് നിങ്ങൾ വളർത്താൻ നോക്കുക. നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് പഠിക്കാൻ നേരത്തൊരു കൂട്ടായിട്ടൊരു പ്ലാന്റും കൂടി നിങ്ങൾ വളർത്തുക. ഒരു പോസിറ്റീവ് ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അധികം ആരോട് സംസാരിക്കാൻ ഒന്നും ആ സമയത്ത് പോകത്തില്ലല്ലോ. സോ അതിനോട് സംസാരിക്കുക, അതിനൊന്ന് നോക്കുക. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം അത്. പിന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ
ലോങ് അവേഴ്സ് പഠിക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബോറടിക്കും. ഈ ഇത്രയും മണിക്കൂർ ഇരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ബോറടിക്കും, ഉറപ്പായിട്ടും. എനിക്കും ബോറടിക്കാറുണ്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ആ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല, ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ഒന്നില്ലെങ്കിൽ 2-3 എക്സസൈസ് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരും, പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അനിയനൊക്കെ ഉണ്ടെങ്കിൽ അനിയത്തിനോടൊക്കെ സംസാരിച്ചിട്ട് വരും. സോ നിങ്ങളും അതുപോലെ ചെയ്യാം. നിങ്ങൾ ഈ ഇത്രയും മണിക്കൂർ ഇരിക്കാൻ നേരത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാൻ നേരത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് അവേഴ്സ് പഠിക്കാൻ നേരത്ത് സെയിം സബ്ജക്റ്റ് പഠിക്കാതിരിക്കുക. 2-3 സബ്ജക്റ്റാക്കി ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ആ ഒരു ദിവസം ഇങ്ങനെ പഠിക്കാൻ നോക്കുക. ഇപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗിൽ ജോഗ്രഫി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഹിസ്റ്ററി എടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ലോങ് അവേഴ്സ് പഠിക്കുമ്പോൾ ഒരേ സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. സോ ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 സബ്ജക്റ്റ് ഒരു ദിവസം തന്നെ പഠിക്കുക, ഒരു സ്റ്റഡി ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്, അതായത് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. സോ ഒന്നില്ലെങ്കിൽ അത് എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് ചില സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഫോണിൽ ചെയ്യുന്നവർ ആ ഒരു ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ ആവശ്യമില്ലാത്ത സമയത്ത് നിങ്ങളുടെ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വയ്ക്കുക. ഒന്നില്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വയ്ക്കുക. പിന്നെ ഇത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം. ടൈം ടേബിൾ മസ്റ്റാണ്. നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ വേണം, ഒരു ഇയർലി ടൈം ടേബിൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. ഡെയിലി ടൈം ടേബിൾ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നോക്കണം. പിന്നെ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൈമർ ഇട്ട് പഠിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ 10 hours പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടൈമർ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ അതിൽ നിന്ന് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് ടൈമർ വെച്ചിട്ട് പഠിക്കുക. നമ്മൾ ബ്രേക്ക് എടുക്കാൻ നേരത്തെ ടൈമർ സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് വീണ്ടും ടൈമർ ഓൺ ചെയ്യുക, എന്നിട്ട് ഇരുന്ന് പഠിക്കുക. അത് ടൈമർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈമർ വേണം നിങ്ങൾക്ക്. പിന്നത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ടേബിളിൻ്റെ കാര്യം. ടൈം ടേബിൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈം ടേബിൾ ആ ദിവസം ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. ഇൻ കേസ് അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ, അതായത് ആ ടൈം ടേബിളിലുള്ള ഇത് നിങ്ങൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ പണിഷ്മെൻറ്റ് ചെയ്യുക. ടൈം ടേബിൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ് എന്തെങ്കിലും കൊടുക്കുക. എനിക്ക് ഇതൊരു സിനിമ കാണാനൊക്കെ അലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ തന്നെ ഒന്ന് സെൽഫ് ബൂസ്റ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, നമ്മുടെ ടൈം ടേബിളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മസ്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു 1 year പ്ലാൻ എന്തായാലും വേണം. കാരണം 1 year നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഡെയിലി ടൈം ടേബിൾ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ നോക്കുന്നുള്ളൂ, പക്ഷേ അത് പോരാ. നിങ്ങൾക്ക് 1 year ടൈം ടേബിൾ വേണം. 1 yearലേക്ക് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പ്ലാൻ വേണം. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻ ഞാൻ പറയും, എനിക്ക് ഈ 2 മാസം മെയ്ക്കുള്ളിൽ എനിക്ക് NCERTs കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ എൻ്റെ ഓപ്ഷണലിനുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓപ്ഷണൽ ഈ 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്സ് എല്ലാം ഇതിൻ്റെ കൂടെ ഞാൻ അതായത് ഈ ജൂൺ, ജൂലൈ ഞാൻ സ്റ്റാൻഡേർഡ് ബുക്സും പഠിക്കും കേട്ടോ. ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം എടുക്കില്ല, എനിക്ക് ബോറടിക്കും. നമ്മൾ ആ ലോങ് അവേഴ്സ് ഇത്രയും ഇരിക്കാൻ നേരത്ത് നമുക്ക് ഉറപ്പായിട്ടും ബോറടിക്കും കേട്ടോ, ഒരു സബ്ജക്റ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ. സോ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് എടുക്കുക. ഓപ്ഷണലിൽ കുറച്ചും കൂടി കൂടുതൽ സമയം അലോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ സബ്ജക്റ്റും പഠിക്കും. സോ സ്റ്റാൻഡേർഡ് ബുക്സ് എല്ലാം ഡിസംബറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. CSAT അത് തന്നെ എനിക്ക് ഡിസംബറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. CSAT ഞാൻ ഡെയിലി ഏത് ദിവസം ഒന്നും അറിയത്തില്ല, ഒരു വീക്ക്ലി ഒരു 3 days ഒരു 1 hour വെച്ച് കൊടുക്കും. പിന്നെ ആൻസർ റൈറ്റിങ്ങും ചെയ്യണം. ആൻസർ റൈറ്റിംഗ് ഇപ്പോൾ ഈ NCERT വായിക്കുന്നതിൻ്റെ ഒപ്പം NCERT കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുടങ്ങും ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഡിസംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ബുക്സ് വേറെ ഒന്നും പുതിയതായിട്ട് പഠിക്കലൊന്നുമില്ല. പുതിയതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒബ്വിയസ്ലി റെഫർ ചെയ്യണം.
വേറെ ബുക്സൊന്നും റെഫർ ചെയ്യില്ല. പിന്നെ PT365 ആണ്. PT365 നമുക്കൊരു ഒരു ബുക്ക് തീർക്കാൻ വേണ്ടി 2 ദിവസം തന്നെ ധാരാളമാണ്. PT365 ക്വാളിറ്റി തീർക്കാൻ തന്നെ ഒരു 2 ദിവസം മതിയാവും അങ്ങനെ. അപ്പോൾ അധികം ടൈമൊന്നും അതിന് വേണ്ടി അലോട്ട് ചെയ്യേണ്ടി വരില്ല. സോ മെയ് വരെ, അതായത് ജാനുവരി തൊട്ട് മെയ് വരെ പ്രിലിംസ് ഓറിയൻറ്റഡ് അപ്രോച്ച് ആയിരിക്കും എനിക്ക്. അതായത് ഫുള്ള് റിവിഷൻ, പുതിയ ടെസ്റ്റൊന്നും വാങ്ങിച്ച് പഠിക്കുകയൊന്നുമില്ല. ഫുള്ള് റിവിഷൻ, മോക്ക് ടെസ്റ്റ് എടുക്കും, പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സോൾവ് ചെയ്ത് പഠിക്കും. പിന്നെ അതിൻ്റെ കൂടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. മെയ് 25-നാണ് നമുക്ക് 2025 പ്രിലിംസ് എക്സാം വന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് എക്സാം ഉണ്ടാവും. സോ ആ സമയത്ത് ഫുള്ള് ആൻസർ റൈറ്റിങ്ങും റിവിഷനും മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ ഒരു 1 ഇയർ പ്ലാൻ ചെയ്തേക്കുന്നത്, എൻ്റെ ടൈം ടേബിൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്കും ഒരു കംപ്ലീറ്റ് 1 ഇയർ പ്ലാൻ വേണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ഒരു ചിട്ടയില്ലാതെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നുമല്ല, നമുക്കൊരു എയിം വേണം, ഏതൊക്കെ ബുക്ക് എത്ര ഇതിനുള്ളിൽ തീർക്കണമെന്നുള്ളത്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളും അങ്ങനെ ചെയ്യുക. സോ ഇപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ലോങ് അവേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, യൂസ്ഫുള്ളായിരിക്കും. ആദ്യമൊക്കെ സമയത്തൊന്നും നിങ്ങൾക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആദ്യം ഒരു 4 hours ഒക്കെ ഇരുന്നിട്ട് പിന്നെ നിങ്ങൾ ടൈമർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിരിക്കും. ടൈമർ വെച്ചിട്ട് നിങ്ങൾ ഹവേഴ്സ് കൂട്ടിക്കൊണ്ടുപോകുക പതിയെ. ഞാനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം എനിക്ക് എത്രയും ഹവേഴ്സൊന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു മര്യാദയ്ക്ക് ഇരുന്നിട്ട്. സോ ഞാനൊരു 3 hours ഇരുന്ന് പഠിക്കും. പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ അതൊരു 5 ആക്കി, പിന്നെ 6 ആക്കി. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാനും വന്നത്. സോ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. പറ്റാതെ അവിടെ പോകാനാണ്. സോ ഒന്ന് ചെയ്ത് നോക്കുക, ഇതൊക്കെ. സോ ഓൾ ദി ബെസ്റ്റ്.